കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അറിവുകൾ ഞാൻ പഠിച്ചറിഞ്ഞ അറിവുകളല്ല. എനിക്ക് കിട്ടിയ അറിവുകൾ എൻ്റെ ഏറ്റവും അടുത്ത കൂടപ്പിറപ്പുകളെ പോലെയുള്ള എൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ കൂട്ടുകാരായിട്ടുള്ള സഹോദരങ്ങളിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും താങ്ങും തണലുമായിട്ട് നിന്നിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ഈ പ്രവാചകരെ പറ്റി ഞാൻ അറിഞ്ഞത് അവരുടെ അനുയായികളായിട്ടുള്ള പ്രവാചകരുടെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ആളുകളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ കുഞ്ഞറിവുകൾ എൻ്റെ ജീവിതവുമായി കലർത്തി ഞാനിവിടെ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സദയം എല്ലാവരും ക്ഷമിക്കണം. അത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തി തരുവാൻ വേണം. MET എന്ന ഈ വിദ്യാലയത്തില് ഏകദേശം 28-29 കൊല്ലമായിട്ട് വർക്ക് ചെയ്ത് വരുന്ന എനിക്ക് ഇവിടെ പറയാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അവിടെ നബിയുടെ പ്രാധാന്യം ഈ ഒരു മാസം നമ്മൾ ജന്മദിനം കൊണ്ടാടുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടു നിൽക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കേട്ടറിയുന്ന ഒരു കാര്യം, സ്നേഹത്തിൻ്റെയും കരുണയുടെയും സഹായത്തിൻ്റെയും മതമൈത്രിയുടെയും കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും കേൾക്കാറുള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആലോചിക്കാറുള്ളത് എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരങ്ങളെ തന്നെയാണ്. ആ വാക്കുകൾ പറയുന്നത് മനസ്സ് തട്ടിയാണ്. കാരണം എൻ്റെ ആദ്യത്തെ കൂട്ടുകാരി, ഇതര മതസ്ഥരായ ആദ്യത്തെ കൂട്ടുകാരി ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, ഖദീജയായിരുന്നു. 5ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഇതര മതസ്ഥയായിട്ടുള്ള ഒരു കുട്ടീൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളത് ഖദീജയാണ്. ആദ്യമായിട്ട് തട്ടമിട്ട് വന്നപ്പോൾ ഖദീജയെ പോലെ നടക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഞങ്ങൾ അമ്മയൊക്കെ കാണാണ്ട് ഒരു ഇതൊക്കെ എടുത്തു വെച്ച് സ്കൂളിൽ നിന്ന് തലയിലിട്ടിരുന്ന ഒരു ബാല്യം ഓർമ്മയിൽ വരികയാണ്. യാദൃശ്ചികമായിട്ടാവാം, ചിന്തിക്കാറുണ്ട് ദീർഘകാലം MET പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തു പോവാൻ ഈശ്വരനൊരു നിയോഗം എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത്. തമാശയ്ക്കാണെങ്കിലും ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ എൻ്റെ പേരൊന്ന് മലയാളത്തിൽ എഴുതി തിരിച്ചു വായിച്ചു നോക്കൂന്ന്. മലയാളത്തിൽ എൻ്റെ പേരെഴുതി തിരിച്ചു വായിക്കുമ്പോൾ ഒരു സാമ്യം തോന്നുന്നില്ലേ ഈ ദിവസവുമായി ബന്ധപ്പെട്ടിട്ട്? അതൊരു അനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടുകൾ, നബിയുടെ കാഴ്ചപ്പാടുകൾ ഒരുപാട് ജീവിതത്തിൽ പകർത്തിയ വ്യക്തികളാണ് എൻ്റെ കൂടെയുള്ളത്. എൻ്റെ മുത്തശ്ശന്റെ ആദ്യത്തെ ഫ്രണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ഒരു മമ്മുഹാജിയാണ്. മറ്റു മതസ്ഥര പേരൊന്നുമില്ല. എനിക്ക് മുത്തശ്ശൻ മരിച്ചിട്ട് ഒരുപാട് കാലമായി. അന്ന് അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മുത്തശ്ശൻ പോയിട്ടും ഞങ്ങൾ മമ്മുഹാജിയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കടപ്പുറം ഏരിയയിലുണ്ടായിരുന്നത്. ഞങ്ങൾ മമ്മുവക്കാന്നാണ് വിളിച്ചിരുന്നത്. ആ കുട്ടിക്കാലം അതില് എന്താണ് ഇവരെ എങ്ങനെയാണ് അന്നൊക്കെ ഇങ്ങനെ വേറെയുള്ള ആളുകളായിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെ ഇവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണല്ലോ, എന്താ ഇവർ വീട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒന്നും അറിയില്ല, ഒരറിവുമില്ല നമുക്കതിനെ പറ്റിയിട്ട്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, ഒരു നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർന്നപ്പോൾ എനിക്ക് വന്നു ചേർന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഒരു മുന്തസാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അങ്ങേയറ്റം ഞാൻ വിഷമിച്ച സമയത്ത് പോലും എനിക്ക് താങ്ങും തണലുമായി വന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽപ്പെട്ടവരും ഈ പ്രവാചക അനുയായികളാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്നേഹത്തിൻ്റെ, കരുണയുടെ, സഹായത്തിൻ്റെ ആണ് എന്ന് പറയുന്നത് അവര് അനുയായികളോട് നമ്മൾ തിരിച്ചറിയണം.